നമസ്കാരം. താങ്ക് യു നാസറിയ. എല്ലാവർക്കും, എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തായാലും നിങ്ങളുടെയൊക്കെ മുന്നിൽ പ്രസൻ്റായിട്ട് കഴിഞ്ഞ സൂം മീറ്റോടുകൂടി നമ്മൾ ചില അത്യാവശ്യപ്പെട്ട ചില കൺട്രോളിങ് മെഷേഴ്സ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ ചില ടോക്കണിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ കമ്പനിയുടെ വളർച്ചയ്ക്കും വേണ്ടി നമ്മൾ ചില കൺട്രോൾ മെഷേഴ്സ് നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിനെ ആദ്യമൊക്കെ പലർക്കും അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു റിസൾട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ടോക്കണിൻ്റെ പ്രൈസിങ്ങിലാണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്കും തുടർന്നും അതങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ടോക്കൺ വളർന്നാലും ഇല്ലെങ്കിലും കമ്പനി വളർന്നാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ മാത്രം കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ടോക്കൺ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്നൊക്കെ ഞാൻ കഴിഞ്ഞ സൂമിറ്റിൽ നമ്മൾ പറഞ്ഞ ചില ചില നിബന്ധനകൾ കൊണ്ടുവന്നതോടുകൂടി തന്നെ അന്ന് 6 ലക്ഷം രൂപയ്ക്കൊക്കെ സമാനമായ തുകയ്ക്ക് മേടിച്ച വ്യക്തിക്ക് ഇന്ന് 36 ലക്ഷം രൂപയ്ക്കുള്ള ടോക്കൺ അല്ലെങ്കിൽ അതിനുള്ള മൂല്യം അല്ലെങ്കിൽ ആ 36 ലക്ഷത്തിനുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണ്ടായി. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ക്രിപ്റ്റോ ആശയം അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ട് പ്രൈസ് കൂടുമ്പോൾ മേടിച്ച് വെക്കുക, പ്രൈസ് കുറയുമ്പോൾ മേടിച്ച് വെക്കുക, പ്രൈസ് കൂടുമ്പോൾ വെക്കുക. അതാണ് ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ നല്ല രീതിയിൽ കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകാൻ നമുക്ക് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ വളരെ ഒരുപാട് ചെറുപ്പക്കാർ ഒരു കൂട്ടം ആളുകളൊക്കെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് നമ്മുടെ ഇതിൽ ആക്റ്റീവായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഞാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു സെൽഫ് സസ്റ്റെയിനിങ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് നമ്മുടെ ഈ ഇൻകം ബേസിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡി ആപ്പിലും അല്ലാതെ അഫിലിയേറ്റിംഗ് മെത്തേഡിലൂടെയും. അപ്പോൾ ഈ ഡി ആപ്പിലൂടെ ചെയ്യുന്നവർക്കാണെങ്കിൽ പലർക്കും പല ഇത്തരം കാര്യങ്ങളിലൊക്കെയും ഇപ്പോഴും എന്തൊക്കെയാണ് അപ്പെക്സിൻ്റെ വരും പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് അപ്പെക്സിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് കൃത്യമായ ധാരണയില്ലാത്ത ഒരുപാട് പേര് ഇപ്പോഴുണ്ട്. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ എന്താണ് ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഏറ്റവും അടുത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അന്ന് ടോക്കണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വല്ല പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊണ്ടുവരുന്ന കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ടോക്കണിൻ്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്, പ്രൈസ് കയറുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ ഇന്നും പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറയുന്നു, സാധിക്കുന്നവർ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 100 പേർക്ക് വേണ്ടി. ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. സെപ്റ്റംബർ 30 ശേഷം ആയിരിക്കും അതിനുള്ള നമ്മുടെ ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അപ്പെക്സിൻ്റെ പൊട്ടൻഷ്യൽ, ഇനി വരും കാലങ്ങളിൽ എന്തൊക്കെയായിരിക്കും അപ്പെക്സ് നടത്താൻ പോകുന്നത്, അതുപോലെ തന്നെ എങ്ങനെ അപ്പെക്സ് ടോക്കൺ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാം എന്നുള്ള എല്ലാ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും നമുക്കതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇന്ന് $1000 ഈക്വലൻ്റ് ആയിട്ടുള്ള ടോക്കൺ സ്റ്റേക്കിംഗ് ആണ് നമ്മളതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നും നമ്മുടെ ആ ഒരു ഓപ്ഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. സെപ്റ്റംബർ 30 വരെയാണ് നമ്മുടെ ഇതിനുള്ളത്. 100 പേരെ മാത്രമായിരിക്കും നമ്മൾ ആ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. അതിനുശേഷം വരും കാലങ്ങളിൽ ബാക്കിയുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. സാധിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കേപ്പബിളായിട്ട് പഠിക്കാൻ കേപ്പബിളായിട്ടുള്ളവരെ സജസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ വരാൻ പറ്റാത്ത മറ്റു 10 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ പറ്റുന്ന രീതിയിൽ അവരെ എത്തിക്കണം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കണമെന്ന് പ്രത്യേകം ഒന്ന് ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തതായിട്ട് പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് എന്താണ് ബേണിങ്ങിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഡി ആപ്പിൽ ഓൾറെഡി ബേണിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റ് നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ഇന്ന് ബേൺ ചെയ്യുമ്പോൾ ഇന്ന് അയാളുടെ ടോക്കൺ ബേൺ ചെയ്ത് നമ്മൾ നമ്മുടെ BSC സ്കാനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിക്കണമെന്നില്ല. അതിന് നമ്മൾ കമ്പനിയുടെ ഭാഗത്ത് ടൈം ബൗണ്ടഡ് ആയിട്ടാണ് ഓരോ ടൈം ഇൻ്റർവെല്ലിലായിരിക്കും ബേൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്പനി പല എക്സ്ചേഞ്ചുകളും ലിസ്റ്റ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ 1.5 വർഷം മുൻപ്
1.5 വർഷമല്ല, 1 വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 വർഷം മുമ്പ് നമ്മൾ ടോക്കൺ ബിറ്റ്മാർട്ടിലും മെൽ ബാങ്കിലൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ റീസെൻ്റായിട്ട് എൻ്റെ പഴയ വീഡിയോസും ഓഡിയോസും ഒക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടയർ 2 റേഞ്ചുള്ള 3 എക്സ്ചേഞ്ചുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ബിറ്റ്മാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും. അന്ന് വെറും 9 മില്യൺ വരുന്ന, അതായത് 90 ലക്ഷത്തോളം വരുന്ന യൂസേഴ്സ് ഉള്ള ബിറ്റ്മാർട്ട് പോലത്തെ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റ് ചെയ്തപ്പോഴേക്കും $1 വരെയൊക്കെ പ്രൈസിലേക്ക് എത്തി. അന്ന് ഒരുപാട് പേരിലേക്കൊന്നും നമ്മുടെ ടോക്കണൊന്നും അങ്ങനെ കൈകളിൽ അവരുടെ കയ്യിലില്ല. ഒരുപാട് പേരുടെ കയ്യിലേക്കൊന്നും ഇങ്ങനെ വളരെ സർപ്ലസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലൊന്നും ആരുടെയും കയ്യിലില്ല. ഇന്നും സർപ്ലസ് ആയ ക്വാണ്ടിറ്റികൾ ആരുടെയും കയ്യിലില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇനിയും ടയർ 2 റേഞ്ചിലുള്ള പല എക്സ്ചേഞ്ചുകളും വരും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പല എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാനുള്ള താമസം വന്നത്, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു സ്ലോ മൂവിങ് വന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ ഓരോ എക്സ്ചേഞ്ചുകളും പല ക്രൈറ്റീരിയകളാണ് തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പെക്സ് എന്ന് പറയുന്നത് അപ്പെക്സിൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സാണ് അപ്പെക്സിൻ്റെ ഏറ്റവും വലിയ സെറ്റ്. അതുപോലെ തന്നെ മറ്റ് എക്സ്ചേഞ്ചുകൾക്കും അവരവരുടെ കസ്റ്റമേഴ്സാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസറ്റ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്കൺ അതാത് തരത്തിലുള്ള പല ക്രൈറ്റീരിയകളും സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മുടെ ടോക്കണെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ ആ എക്സ്ചേഞ്ചുകളും തരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല നമ്മുടെ ടോക്കണുകൾ, സർപ്ലസ് ടോക്കണുകളെ പലപ്പോഴും ബേൺ ചെയ്യേണ്ട കണ്ടീഷൻസ് വരും. അപ്പോൾ വളരെ ഏറ്റവും റീസെൻ്റായിട്ട് തന്നെ നമ്മുടെ ഒരു വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ടോക്കൺസ് ബേൺ ആയി പോകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ടോക്കൺ എത്രയൊക്കെയാണോ ബേൺ ചെയ്ത് പോകേണ്ടത് അതിന് നമുക്കൊരു ഓഡിറ്റിംഗ് കൃത്യമായി നടക്കുന്നതാണ്. നിങ്ങൾ കണ്ടു കാണും, ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ അടുത്ത ഓഡിറ്റിങ്ങിൻ്റെ സമയമായി. അപ്പോൾ ആ ഓഡിറ്റിങ്ങിൽ കൃത്യമായി എത്ര ടോക്കണുകൾ ബേൺ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും, അതോടൊപ്പം നിങ്ങൾ ടോക്കണോമിക്സിൽ കണ്ടു കാണും എത്ര ടോക്കണുകളാണ്, എത്ര ശതമാനം ടോക്കണെ മാർക്കറ്റിൽ സപ്ലൈ ഉണ്ടാകൂ എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കൂ. സ്റ്റേക്കിംഗ് റിവാർഡിന് ടോക്കണോമിക്സ് പ്രകാരം 20% സ്റ്റേക്കിംഗ് റിവാർഡായി നമ്മൾ നൽകുന്നത്. ആ 20% മാത്രമേ ടോക്കൺ മാത്രമേ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യൂ. ആ ടോക്കണിൽ നിന്ന് തന്നെയായിരിക്കും പലതും ബേൺ ആയി പോകുന്നത്. നിങ്ങൾക്ക് BSC സ്കാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, കൃത്യമായി ആ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓഡിറ്റിങ്ങിന് ശേഷം കൃത്യമായ റിപ്പോർട്ട് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. മുമ്പും നടന്നിട്ടുണ്ട്, അപ്പോൾ ഇനിയും നടക്കുക തന്നെ ഉണ്ടാകും. അപ്പോൾ 20% ടോക്കൺ മാത്രമേ, 3000 കോടി ടോക്കണൊന്നും മാർക്കറ്റിൽ സപ്ലൈ ചെയ്യില്ല. 20% ടോക്കൺ മാത്രമേ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പല റെഗുലേഷൻസിൻ്റെ ഭാഗമായി ഇനിയും ടോക്കണിൻ്റെ വില മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വിനിയോഗിക്കണം, അത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ അപ്പെക്സിൽ വന്ന ഒരു കമ്മ്യൂണിറ്റി മെമ്പർ പോലും നിരാശരാവേണ്ട അവസ്ഥ വരില്ല. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ഭാഗത്ത് ചെയ്യും. അപ്പോൾ ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ പോലും ടോക്കണിൻ്റെ വാല്യൂവെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരുമിച്ചുള്ളൊരു പ്രയത്നമായിരിക്കും. എല്ലാവരും, നിങ്ങളെല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയും ഒരുപാട് പേരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ തന്നെയും ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ ടോക്കണിൻ്റെ ഒരു കുതിപ്പ് എല്ലാവർക്കും തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കും ഒരുപക്ഷെ $1 മുകളിലേക്കൊക്കെ തന്നെ നമ്മുടെ ടോക്കണിൻ്റെ വാല്യൂ ഒക്കെ മുകളിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാം ശക്തമായി തന്നെ ടോക്കണിൻ്റെ അപ്പെക്സ് ടോക്കണെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ടോക്കൺ എന്ന രീതിയിൽ എങ്ങനെ ഇതിൻ്റെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് പ്രത്യേകമായി പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് അപ്പെക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ എല്ലാവരും, അപ്പെക്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉള്ള ആത്മാർത്ഥതയും നിങ്ങൾ ഹാർഡ് വർക്കും, അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. വെൽക്കം സാർ. താങ്ക് യു. ഓക്കെ, മാണി സാർ നമുക്ക് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മൾ CEO, അതാണ് നമുക്ക് ആകെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ CEO ഒന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം.
ഇപ്പൊ ഇതില് ചില ആളുകൾക്ക് ചോദിക്കും, ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല, ഞങ്ങൾ ഇതിന്റെ പ്ലാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ മുന്നിൽ വന്നേക്കുന്നത്. നമ്മളിപ്പോ ചില ആൾക്കാർ ചോദിക്കും, നമ്മൾക്ക് അപ്പെക്സ് സ്റ്റോക്കിൽ പുതിയ ഒരാൾ വന്ന ആൾ ചോദിക്കും, അപ്പെക്സ് സ്റ്റോക്കിൽ എങ്ങനെയാണ് നമുക്ക് പൈസ ഉണ്ടാക്കുക, എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക. ഇവിടെ 2 ഓപ്ഷനിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, 2 വകുപ്പിലൂടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഈ ടോക്കൺ നിങ്ങൾക്ക് മാർക്കറ്റിൽ പോവാം. ബിഗ് മാർട്ടോ, എൽ ബാങ്കോ, st.com ഒക്കെ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടുന്ന ആളുകൾ നിങ്ങൾക്ക് ടോക്കൺ വാങ്ങി നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിലോ എക്സ്ചേഞ്ചിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം. ഇന്നത്തെ റേറ്റ് ഞാൻ പറയാലോ, 31 എത്തിയിരിക്കുകയാണ്. അതെ, ഒരു 31 പൈസയിലേക്ക്, സെന്റിലേക്ക് 0.31 എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു 30 പൈസ, 28-30 പൈസയിലേക്ക് എത്തിയിരിക്കുന്ന ടോക്കണാണ്. അപ്പൊ ഈ ടോക്കൺ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് നമുക്ക് വെക്കാം. അതേമാതിരി നമുക്ക് പിന്നെ ST വെക്കാം, അതേമാതിരി എൽ ബാങ്കിൽ വെക്കാം, ബിഗ് മാർട്ടിൽ വെക്കാം. നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ നമുക്ക് സെല്ലിങ് ചെയ്യാം. ഇതൊരു ഓപ്ഷനാണ്. കാരണം നമ്മളെ മുന്നിൽ ഒരുപാട് ടോക്കൺസ് വന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് 30 കിട്ടി, 31, 32, 35 പൈസ അല്ലെങ്കിൽ 50 പൈസ ആകുമ്പോൾ നമ്മൾ വേഗം വിറ്റ് സെല്ല് ചെയ്യും. ഇതൊരു വലിയ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയി നിങ്ങൾ മനസ്സിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ, ഇതിന്റെ 2ാമത്തെ പ്ലാനാണ് സൂപ്പർ പ്ലാനാണ്. ആ സൂപ്പർ പ്ലാന്റെ പ്രത്യേകത എന്താ, ഒരു ബാനിങ് സിസ്റ്റമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കാം, ഈ സിസ്റ്റം ഒരു ബാനിങ് സിസ്റ്റമാണ്. എന്താണ് ഈ ബാനിങ് സിസ്റ്റത്തിന്റെ പ്രത്യേകത? നമ്മൾ പറയാണ്, അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് തരുന്ന പ്ലാൻ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം. നിങ്ങൾ ബേസിക് $50, ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റാ 15,000 ടോക്കൺ വേണമെങ്കിൽ ഏകദേശം $50 അടുത്താവും. അപ്പൊ $50 ഉണ്ടെങ്കിൽ 15,000 ടോക്കൺ നിങ്ങൾക്ക് കിട്ടും. ഈ 15,000 ടോക്കന് നമുക്ക് വാങ്ങി, നമുക്ക് ആരാണോ നമ്മളെ ഈ സിസ്റ്റത്തിലേക്ക് വിളിച്ചേക്കുന്നത്, ആ വിളിച്ച ആളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ലിങ്ക് ത്രൂ വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് അവരെ ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സിൽ ആ 15,000 ടോക്കൺ നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അത് ബാൻ ചെയ്യാം. ബാൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, 9,000 ടോക്കൺ നിങ്ങൾക്ക് അവിടെ ട്രേഡിങ് കിടക്കും, 6,000 ബാൻ ആയി പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തിൽ ഇത് നിലവിൽ ഇത് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആ 15,000 ടോക്കൺ, ആ $50 ഇൻവെസ്റ്റ്മെന്റിന്, അതിന് എത്രയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എത്രയും കിട്ടുന്ന അറിയോ, മാസമല്ല ഡെയിലി തരിക. അപ്പൊ നമുക്കൊരു പെർസെന്റേജ് ഹിസാബ് പറയുകയാണെങ്കിൽ 6 മുതൽ 15% മന്ത്ലി കിട്ടും. ചില സമയത്ത് നിങ്ങൾക്ക് 6ന്റെ മേലെ ഉണ്ടാവും, 15ന്റെ താഴെയിട്ടുണ്ടാവും. ഡെയിലി നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് 10% നിൽക്കും. പക്ഷെ ഇപ്പം നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ, ഇപ്പത്തെ ട്രെൻഡ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 to 60% വരെ മന്ത്ലി പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 6 മുതൽ 15 കമ്പനി പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഇന്ന് നടക്കുന്നത് 10 മുതൽ 60% വരെ പ്രോഫിറ്റ് ഉണ്ട്. ഇനി ആളുകൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം, ഈ വരാൻ പോണ ഒരു മാസത്തെ എടുത്ത് നോക്കി, അപ്പൊ എത്ര വന്നിട്ടുണ്ടെന്ന്. അപ്പൊ കമ്പനി ഗ്യാരണ്ടീഡ് പറയുന്നത് 10% മന്ത്ലി. അപ്പൊ ടോക്കൺ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി വിൽക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം എന്താ, പ്രൈസ് നിങ്ങൾ എടുത്തേക്കാട്ടിലും ഈ 1-ാം തീയതി വെച്ച് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 5 പൈസയിലുള്ള ഈ ടോക്കനെ ഇപ്പൊ 31 പൈസയിലേക്ക് എത്തിക്കാണ്. അത് നോക്കണി, 6 ഇരട്ടിയില് 23 ഡേറ്റ് 6 ഇരട്ടിയിലേക്ക് വർദ്ധിച്ചേക്കാം. അതെന്താ കാരണം, ബൈ ആളുകൾ വാങ്ങുന്നു, സ്റ്റേക്ക് ചെയ്യുന്നു, ബാൻ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. സെല്ല് നമുക്ക് കാണാൻ പറ്റും, ബൈൻ്റെ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ബാനിങ് സിസ്റ്റത്തിലൂടെ നമുക്ക് ടോക്കൺ വാങ്ങി ബാൻ ചെയ്തിട്ട് ഡെയിലി ROI കിട്ടുന്ന പ്രോഫിറ്റ് ടോക്കൺ എടുത്ത് വിൽക്കാം. എന്നിട്ടോ 1 ഇയർ കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഇന്ന് നിങ്ങൾക്ക് 31 പൈസ കിട്ടുന്ന ഈ ടോക്കന് 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 5, 10, 2, 1 ഡോളറിലേക്ക് എത്താം. ഇപ്പൊ 31 അല്ലേ, 31 നിൽക്കാം. പക്ഷെ ഇപ്പത്തെ ട്രെൻഡ് കണ്ടിട്ട് ഇത് ഡോളറിന്റെ എത്രയോ ഡോളർ ആവുന്ന ട്രെൻഡിലേക്കാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ 58%, 42 ബാൻ അതിന്റെ 58% ടോക്കൻ നിങ്ങൾക്ക് അന്നത്തെ മാർക്കറ്റുകളിൽ വിൽക്കാം. നിങ്ങൾ ആലോചിക്ക്, ഇന്ന് വരെ ഈ 31 പൈസയാണെങ്കിൽ അത് 60 പൈസയായി. നിങ്ങൾ ഇട്ടതിന്റെ എമൗണ്ട് 2 ഇരട്ടിയുടെ മുകളിൽ പോയിട്ടുണ്ടാവും. 1 രൂപയായി എന്ന് ആലോചിക്ക്. 58% എന്ന് പറഞ്ഞാൽ 58,000. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ, $4,500, $50. ഈ ഡെയിലി കിട്ടിയ 1 ഇയർ വരെ കിട്ടിയത് ബാക്കി. ഇനി കണ്ടോ, ഞാൻ നിങ്ങൾ കഴിഞ്ഞ മാസം ഞാൻ സൂം മീറ്റിംഗ് ഞങ്ങളോട് പറഞ്ഞു, ടോക്കന്റെ ടൈം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാം. അന്ന് വാങ്ങി വെച്ച 1 ലക്ഷം 2 ലക്ഷം ടോക്കനൊക്കെ വാങ്ങി വെച്ച ആളുകൾ ഇന്ന് ആ 1 ലക്ഷത്തിന് 6 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. 5 ലക്ഷം വാങ്ങിച്ചോണ്ടി 25 lakhs ആയി മാറിയിട്ടുണ്ട്. ആ $100 വെച്ചോണ്ടി $600 ആയിട്ട് മാറിയിട്ടുണ്ട്. $50 $300 ആയിട്ട് മാറിയിട്ടുണ്ട്. 1 മാസമായിട്ടില്ല. ഇത് നിലവിൽ ലൈവ് നമ്മൾ കണ്ടതാണ്. എല്ലാവർക്കും മനസ്സിലായതോ? ഓക്കെ, ഇത് 1-ാമത്തെ ഓപ്ഷനാണ്.
ഇത് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 42% ബാനിങ് എന്ന് പറഞ്ഞു. ആ ബാനിങ്ങിന്റെ 5% റെഫർ കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് എല്ലാത്തിലും കിട്ടുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയുന്നതന്നെ. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളത് പിന്നെ ലെവലിംഗ്, ലെവല് 5 ലെവലിലേക്കാണ്. എങ്ങനത്തെ ലെവൽ? ഫസ്റ്റ് ഒരാൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ROI എത്രയാണോ അതിന്റെ 2% നമുക്ക് 1 ഇയർ, 1 വർഷം തന്നുകൊണ്ടിരിക്കും ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ. പിന്നെയോ അയാളെ താഴെ ഒരാൾ ജോയിൻ ചെയ്യിപ്പിച്ചാലോ അപ്പൊ 1.5%, അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ 1.5% 1 ഇയർ കിട്ടും. അങ്ങനെ മൂന്നാമത്തെ വർഷം എന്താ, അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ 1 വർഷം, മൂന്നാമത്തെ വർഷം കിട്ടും, അത് 1% കിട്ടുന്നത്. അയാൾ കിട്ടുന്ന എമൗണ്ടിന്റെ 1%. തേർഡ് എങ്ങനെ കിട്ടുന്നത്? തേർഡ് നമുക്ക് കിട്ടുന്നത് 0.5% 1 വർഷം. 5 എങ്ങനെ കിട്ടുന്നത്? 0.5% 1 വർഷം. അങ്ങനെ 5 ലെവൽ നമുക്ക് ഇത് കിട്ടുക. അപ്പൊ നമുക്ക് റെഫറൽ കിട്ടുന്ന, ലെവലിംഗും കിട്ടുന്നത്. 2 ഓപ്ഷനായി. 3 എന്താണോ ബൈനറിയ. 1:1 മാച്ച് ചെയ്താൽ 10%. നിങ്ങൾ എത്രയാണോ നിങ്ങൾ കിട്ടുന്ന ടോക്കൻ, 1000 ടോക്കൻ ആണെങ്കിൽ അത് ബാൻ ചെയ്യുന്നല്ല, പ്രിൻസിപ്പിള് ഇട്ട 1000 ടോക്കന്റെ 10% ബൈനറി നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് മാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് വിഡ്രോയും ചെയ്യാം. അതിനൊരു ലോക്കും ഒരു ഇതൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ബൈനറിയുടെ ഒരു പ്രത്യേകത, അതിന്റെ ബാനിങ്ങിന്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും എവിടെ എപ്പോഴും ചെയ്യും ചെയ്യാം, പറയും ചെയ്യാം, ഒരു വിഷയമുള്ള കാര്യമല്ല. ഇവിടെ ടോക്കനാണ് ഡെപ്പോസിറ്റ്, ടോക്കനാണ് വിഡ്രോൾ. മാർക്കറ്റിൽ പോയി വാങ്ങണ്, നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നു. അല്ല, നമ്മൾ മാർക്കറ്റിൽ പോയി മാർക്കറ്റ് തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അവിടെ വെക്കുക. പക്ഷെ അവിടെ എന്തില്ല, ഡെപ്പോസിറ്റ് ചെയ്താൽ അവിടെ കിട്ടുന്ന അവിടെ ROI നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, എപ്പോൾ വേണേലും വിൽക്കാൻ പറ്റുന്നുണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ അപ്പെക്സിന്റെ വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് പോയിട്ട് ഡിസ്കവറി ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടും. അത് 1 ഇയർ വരെ കിട്ടും. ഈ 1 ഇയർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, അത് നിങ്ങൾക്ക് റിലീസ് ആകുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്ലാൻ സിസ്റ്റം, പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ കമ്പനി പറഞ്ഞു എക്സ്ചേഞ്ച്, 2 എക്സ്ചേഞ്ച് കമ്പനി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. 2 എക്സ്ചേഞ്ച് എപ്പോഴാന്ന് പറയുന്ന എക്സ്ചേഞ്ചിന്റെ പേരും പറയുന്നില്ല, എന്നാൽ ടയർ 2 ലെവലുള്ള എക്സ്ചേഞ്ചുകളാണ്. എന്തിനാണ് ടയർ 2 ലെവലിൽ 2 കൊണ്ടുവരുന്നത്? ഇപ്പൊ നിലവിൽ നമുക്ക് 3 എക്സ്ചേഞ്ച് കമ്പനിക്ക് ഉണ്ട്. ഇനി 2 കൂടി 5 എക്സ്ചേഞ്ച്. 5 എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ ടയർ 1ലേക്ക് എത്താനാണ്. ടയർ 1ലേക്ക് എത്തണമെങ്കിൽ ടയർ 2 ലെവലുള്ള 5 എക്സ്ചേഞ്ചിൽ എത്തണം, എന്നാലേ ടയർ 1ലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇത് കൂടി എത്തിയ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാം? നമുക്കൊക്കെ അറിയാം, ബിഗ് മാർട്ട് എന്ന ഓപ്ഷൻ നമ്മളെല്ലാവരും കണ്ട. ബിഗ് മാർട്ട് എന്ന ടോക്കനിൽ വന്ന സമയത്ത് നമ്മൾ ടോക്കന്റെ വില 13 to 14 പൈസയിലായിരുന്നു, 14 സെന്റിലായിരുന്നു. അതാണ് $1 പോയത്. ഇതേമാതിരി 2 എക്സ്ചേഞ്ച് വരുമ്പോൾ ഇത് എത്രയാവുക നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ 31 പൈസ എന്നുള്ളത് എത്ര ലെവലിലേക്ക് നമുക്ക് ഇത് എത്താൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ടോക്കന്റെ പ്രൈസ് അടിച്ച് കയറിയായിരിക്കും. അപ്പോ നമ്മൾ ഈ കമ്മ്യൂണിറ്റി 28,000 29,000 കമ്മ്യൂണിറ്റി ഹോൾഡേഴ്സ് മെമ്പേഴ്സ് നമ്മൾ ഈ കമ്പനിക്ക് ഉണ്ട്. ഇത് 50,000 ആകുമ്പോഴേക്കും ഇത് ഏകദേശം വലിയ ലെവലിൽ ഡോളർ ബേസ് ആയിട്ട് ഈ ടോക്കന് പോയിട്ടുണ്ടാവും, റേറ്റ് ആയിട്ടുണ്ടാവും. കാരണം 28 ഇങ്ങനെയാണെങ്കിൽ 50 എന്തായിരിക്കും? ഇനി വരാൻ പോകുന്ന ട്രെൻഡ് ഇതാണ്. നമ്മളെ കമ്മ്യൂണിറ്റി ഹോൾഡേഴ്സ് മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മളെ പ്രൈസ് അടിച്ചു കയറുന്നുണ്ടാവും. യാതൊരു മാറ്റമില്ല ഇതിനകത്ത്. പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, എന്ന് വിചാരിച്ചിട്ട് വീട് വിറ്റിട്ടും ലോൺ എടുത്തിട്ടും വട്ടിക്ക് എടുത്തിട്ടും ഇതിലിടണ്ട. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺലി ഫോർ $50, $50 മാത്രമേ ഉള്ളൂ. $50 നിന്ന് 15,000 ടോക്കൺ കിട്ടും. 15,000 ടോക്കൺ നിങ്ങൾ 3-4 വർഷം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് ഇത് കിട്ടുന്നുണ്ടാവും. യാതൊരു മാറ്റമില്ല. ഇത് പറയേണ്ടവർക്ക് എന്തും പറയാം. ഇതേ സംഭവം നിങ്ങൾ ഒരു മാസം മുന്നേ ഇത് 15,000 ടോക്കന് നമുക്ക് 200 രൂപ മതിയായിരുന്നു. എത്ര? 200 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 15,000 ടോക്കൺ കിട്ടിയിന്. ആ ടോക്കന് ഇന്ന് നമുക്ക് 4,600 4,800 രൂപയോളം വേണം ഇന്ന് ആ 15,000 ടോക്കൺ കിട്ടാൻ. അപ്പൊ 23 ദിവസം മുന്നേ ഇതിന് 200 മതിയായിരുന്നു. ഇനി വരാൻ പോണ 23 ദിവസം കഴിയുമ്പോൾ നമ്മൾ സൂം മീറ്റിംഗ് നടത്തും. ഇപ്പൊ ഈ റേറ്റ് ആണ്. ഇനി അപ്പൊ എന്താന്നുള്ളത് അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ആ 23 ദിവസം മുന്നേ ഞാൻ ഇത് പറഞ്ഞിരുന്നു. നമ്മളെ ടോക്കന് പ്രൈസ് കയറാൻ പോവാ. കാരണം ആകെ മാറ്റി പറയാം. വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും കിട്ടി, വിശ്വസിക്കാത്തവർക്ക് ചെയ്തതേ ഇല്ല. ഇപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? 30, 31, 28 വാങ്ങി വെക്കുന്നുണ്ട്. കുഴപ്പമില്ല. അന്ന് ആ 200 രൂപ വാങ്ങാൻ വയ്യാത്ത ആള് ഇന്ന് 4,500 5,000 രൂപയ്ക്ക് വാങ്ങി വെക്കുന്നുണ്ട്. വളരെ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ ടോക്കന്റെ പ്രൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ടോക്കന്റെ പ്രൈസ് നല്ല ഉഷാറായിട്ട് കയറുന്നുണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് 2 വരാനുണ്ട്. അപ്പൊ ഈ 2 എക്സ്ചേഞ്ച് എന്നാ സമയം പറയുന്നില്ല, കാരണം അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ സമയമാകുമ്പോൾ കമ്പനി അത് ഓപ്പൺ ചെയ്ത് പറയും. പക്ഷെ എന്താ പറയാ, എങ്ങനെ പറയാമെന്നും പറയില്ല. എപ്പോ വേണമെങ്കിലും വരും, ഏത് നിമിഷം ഒന്നും പറയുന്നില്ല, കമ്പനി പറയുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ എക്സ്ചേഞ്ച് വരും എന്നുള്ളത് 100% CEO പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും എത്തിയിരിക്കും. ഇനി നമുക്ക് പ്രോഗ്രാമാണ്.
അപ്പെക്സിന്റെ ഫ്യൂച്ചർ എന്താന്ന് നമുക്ക് ആർക്കും ഇതോട് പറഞ്ഞു തന്നിട്ടില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് 12 എക്സ്ചേഞ്ചിൽ വരും, ഇത് വലിയ ലെവലിലേക്ക് എത്തും. എന്താ ഇതിന്റെ കാര്യം? ഇപ്പൊ നോക്കി, നമുക്ക് BIP20 നെറ്റ്വർക്ക് ഉണ്ട്, അതേമാതിരി TRC20 ഉണ്ട്, ERC20 ഉണ്ട്. ഇത് മൂന്നും ഒരു നെറ്റ്വർക്കിൽ വരും, ഒരു എക്സ്ചേഞ്ചിൽ വരുമ്പോൾ മാത്രമല്ല ഓൺ എക്സ്ചേഞ്ചിലാവും, ഇതൊരു ബിഡ്ജിങ് വരും, ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ബാക്കിൽ വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അടുത്ത മാസം നടക്കുന്ന 5 to 10 ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് കമ്പനി പറഞ്ഞോളൂ 100 പേരെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അതിന് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, $1000 ഒരു ബാൻ ചെയ്യുന്ന ആൾക്ക് ഒരു ടിക്കറ്റ് ഓൺ സ്റ്റേ ഉണ്ടാവും. ആ ട്രെയിനിങ് നമുക്ക് 5 മണിക്കൂറിന്റെ ആയിരിക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇത് അറ്റൻഡുകൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 ബെനിഫിറ്റാണ്. ഒന്നാമത്തെ ബെനിഫിറ്റ്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യാന്നുള്ളത് പഠിപ്പിക്കും. ഒന്നും വേണ്ട, രാവിലെ വാങ്ങുന്ന ആള് വൈകുന്നേരം വെക്കുന്നുണ്ടെങ്കിൽ അവരിട്ട പൈസന്റെ 1%, 2% കിട്ടുന്നുണ്ടാവാം. അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരും. അപ്പൊ ട്രേഡിങ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് ലൈവ് നിങ്ങളുടെ മൊബൈലിൽ കാണിച്ചു തരാനും 100 പേർക്ക് ട്രെയിൻ തരുന്നുണ്ട്. ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിമനോഹരമായ അത്ര നല്ലൊരാളായി ട്രെയിനർ നമുക്ക് വരുന്നുണ്ട്. ആ ട്രെയിനറെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വളരെ വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഒരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിനെ കുറിച്ച് നമുക്ക് 100% ബോധ്യപ്പെട്ടാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് നല്ല മറ്റൊരു കമ്പനിക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താ, മറ്റൊരു കമ്പനി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ അപ്പർ സ്റ്റോക്കിന്റെ വോളിയം നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഡോജി കോയിൻ എടുത്ത് നോക്കുക, DOT ആ കോയിൻ എടുത്ത് നോക്കുക. അവിടേക്ക് നിങ്ങൾക്ക് 6 മില്യൺ 7 മില്യൺ ആണ് ടോട്ടൽ വോളിയം കാണാം. നമ്മൾ ഈ ടോക്കന്റെ വോളിയം കണ്ടെങ്കിൽ 100, 120, 170, 200 മില്യൺ ഓളിയ. അപ്പൊ ഈ ടോക്കന്റെ പ്രൈസ് ബിഗ് മാർട്ട് തന്നെ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരുപാട് ടോക്കൻ ഉണ്ടാവുമല്ലോ, അതിൽ ടോക്കനൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഓളി എടുത്ത് നോക്കുക. എവിടെയാണ് അപ്പർ സ്റ്റോക്ക് നിൽക്കുന്നത്, എവിടെയാണ് ഡോജി കോയിൻ നിൽക്കുന്നത്? ഡോജിയെ കമ്പയർ ചെയ്യില്ല, അതിന്റെ ഓളിയത്തിലെ അപ്പർ സ്റ്റോക്ക് എത്രയോ മുന്നിലാ. 8 മില്യൺ ആണെങ്കിൽ ഇവിടെ 180 മില്യനാണ് കിടക്കുന്നത്. അപ്പൊ എത്ര മേലേക്ക് പോയി നോക്കി. അപ്പൊ ഇത് വേൾഡ് വൈഡ് ഈ ടോക്കനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വാങ്ങൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, എൽബാങ്കിലും ST.com കണ്ടാൽ ഇഷ്ടംമാതിരി പബ്ലിക് വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വാങ്ങാം, ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഇതൊരു ബാനിങ് സിസ്റ്റം ആയതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാനും ഇത് ചെയ്താൽ നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ട്, ഇതെടുക്കുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. എല്ലാവർക്കും ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അപ്പർ സ്റ്റോക്ക് നമ്മൾ കൂട്ടായ്മയിലാണ്. ഈ കൂട്ടായ്മ എല്ലാവർക്കും കുറച്ച് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വരാൻ പോകുന്ന 2-3 വർഷം കൊണ്ട് വലിയ ലെവലിലേക്ക് ടോക്കൺ എത്തും, യാതൊരു സംശയവുമില്ല. നമുക്ക് കമ്പനി ഒരു പ്രോഗ്രാം തന്നിരിക്കുന്നത്, ഇനി നമുക്ക് 2 പ്രോഗ്രാം കമ്പനി തരാൻ നിൽക്കുന്നുണ്ട്. ഈ 2 പ്രോഗ്രാം, ഒന്ന് ഇന്ത്യക്ക് പുറത്തായിരിക്കും, ഒന്ന് സെൻട്രലൈസ്ഡ് ആയിരിക്കും രണ്ടാമത്തെ പ്രോഗ്രാം. ഈ 3 പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ബിനാൻസ് എക്സ്ചേഞ്ചിൽ ഈ സാധനം എത്തിയിട്ടുണ്ടാവും, ഉറപ്പാ, യാതൊരു മാറ്റവുമില്ല. കാരണം എന്താ പറയുക, ഇവരുടെ ഡ്രീമും ഇവർ പറയുന്ന കാര്യങ്ങളും നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഇവർ നെക്സ്റ്റ് മന്തിൽ നമുക്ക് തരുന്നുണ്ട്. മാക്സിമം ആളുകൾ അതിനകത്ത് പങ്കെടുക്കുക. ടിക്കറ്റ് 100 ഉള്ളെങ്കിൽ പോലും നിങ്ങൾ ആ 100 കണക്കാക്കണ്ട, നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ അസറ്റായിട്ട് മാറുന്നുണ്ടാവും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പർ സ്റ്റോക്കിനെ കുറിച്ചിട്ട് നമ്മൾ CEO കുറിച്ചിട്ട് 100 ആവാണ്ടാവുക. കാരണം എന്താ, നമ്മളെ കൂടെ 2.5 വർഷമായിട്ട് മാർക്കറ്റിൽ നിന്ന് കാണുക, നമ്മൾ ടോക്കന്റെ പ്രൈസും വരുന്നതും പോകുന്നതും താവുന്നതും പൊന്തുന്നതും എത്രയോ നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു ടോക്കൻ മറ്റു മാർക്കറ്റിംഗിൽ കൂടെ വന്നിട്ട് ഇത്ര ഹൈപ്പായിട്ട് പോയ ടോക്കൻ ഉണ്ടാവില്ല. ഇതൊന്നും അല്ല, ഇനി എത്രയോ പോകാൻ നിൽക്കുന്നത്. ഇത് നമുക്കിപ്പോ തുടക്കം മാത്രമാണ്. ഇപ്പൊ ആ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നെങ്കിൽ ഇത് കുറച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ ഒന്നും കാര്യമാക്കണ്ട, അവരോട് പറയാം, നിങ്ങൾ $50 ടോക്കൺ വാങ്ങി വെച്ചോളൂ, നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വലിയ അസറ്റ് ആയിട്ട് മാറുന്നുണ്ടാവും എന്ന് പറയാം. അവരോട് ജോയിൻ ചെയ്യാനോ അല്ല അതൊന്നും പറയണ്ട. ട്രസ്റ്റ് വാലറ്റിൽ ഒരു 100 ടോക്കനെങ്കിലും അവർ ട്രസ്റ്റ് വാലറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1000 ടോക്കനെങ്കിലും. 1000 ടോക്കണെങ്കിൽ ഇത്ര പൈസ മതിയല്ലോ. അപ്പൊ 1000 ടോക്കനെങ്കിലും അവരെ ട്രസ്റ്റ് വാലറ്റ് ഇട്ട് കൊടുക്കുക. അവരൊന്ന് കാണട്ടെ. അവർ ഇന്നലെ നാളെ തുറന്നു നോക്കണമെങ്കിൽ ഇതിൽ ഒരു 1000 ടോക്കൺ അവരിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് 2 കാര്യം ഉണ്ടാകുന്നത്. ഒന്ന്, ഹോൾഡേഴ്സിന്റെ എണ്ണം മാക്സിമം കൂട്ടുക. 50,000 ഹോൾഡേഴ്സ് ആകുമ്പോൾ ഇതിന്റെ പ്രൈസ് ഹൈ ലെവലിലേക്ക് മാറിയിട്ടാണ്, യാതൊരു മാറ്റമില്ല. അപ്പൊ നമ്മൾക്ക് കഴിയുന്ന ആളുകൾ ട്രസ്റ്റ് വാലറ്റ് 100, 50, 200, 500 ടോക്കൺ വാങ്ങിക്കൊടുക്കുക. എല്ലാവരും സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യട്ടെ. ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടും. ഹോൾഡേഴ്സിന്റെ എണ്ണം നോക്കുമ്പോൾ വേൾഡ് വൈഡ് നമ്മൾ ടോക്കന്റെ വലിയ പ്രൈസിലേക്ക് എത്തും നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഡോജി കോയിനോ GOD കോയിനോ MX കോയിനോ ഒക്കെ നോക്കൂ. ആ നോക്കുമ്പോൾ ഒക്കെ അറിയാം, അതൊക്കെ മാർക്കറ്റിൽ ലൈവിലുള്ള ടോക്കനാണ്. പക്ഷെ അതിന്റെ ഒളിയും അപ്പർ സ്റ്റോക്കിന്റെ ഒളിയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെ ഗ്രൂപ്പില് നമ്മളെ
പോസിറ്റീവ് ഗ്രൂപ്പിൽ 2-3 ഗ്രൂപ്പിലായിട്ട് 2000-ലെ മേലെ ആളുകളുണ്ട്. ഈ ആളുകൾ ഹൈ പോസിറ്റീവാണ്. അവർക്ക് എല്ലാ സപ്പോർട്ടും കമ്പനി ഭാഗത്തുനിന്ന് അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് നിൽക്കുക. കാരണം ഞാൻ ആരൊക്കെ നിന്നിട്ട് പറയുന്നില്ല, എന്താണ് അവർക്ക് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടോക്കൺ വാങ്ങേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ സെല്ല് ചെയ്യണം, ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വളരെ വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു കൂട്ടായ്മയിലൂടെ പോകുന്നത്. ഈ കൂട്ടായ്മ ഇതൊരു $5 വരെ ഉണ്ടാവട്ടെ. അതുവരെ നമുക്ക് ഒപ്പം നിന്ന് എല്ലാവർക്കും ഈ $5 എത്താൻ വേണ്ടി നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം. അതുപോലെ തന്നെ CSR പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് പ്രോഗ്രാമിന് പറ്റുന്ന ആളുകൾ വരിക. ഇത്രമാത്രം പറയുന്നു. ഞാൻ നിർത്തുന്നു. ഗുഡ് നൈറ്റ്.